പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ഇതിലെഴുതിയ മുഴുവൻ നന്മകളും നീ അനുഭവിക്കും. അതുപോലെ എഴുതിയിരിക്കുന്നു, മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ഇതിലെ മുഴുവൻ അനുഗ്രഹങ്ങൾ. അപ്പോൾ ഒരു വ്യക്തി ദൈവവചനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ആകെ മൊത്തം അവൻ്റെ അനുഭവങ്ങൾ മാറുകയാണ്. വിശ്വസിക്കുന്നവർ ഒരാമേൻ പറയാം. ദൈവവചനവുമായിട്ട് ആര് ബന്ധപ്പെട്ടാലും ദൈവം ഗ്യാരണ്ടിയാണ്, നിന്റെ അനുഭവങ്ങൾ മാറിയിരിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന്, എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? അവൻ ദൈവവചനം കേട്ടിട്ട് അവൻ്റെ മനസ്സ് പുതുക്കി, ഇത് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് വാഗൊണ്ട് ആ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ അവൻ്റെ സമയം മാറും. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് ഞാൻ ആധാരമായിട്ട് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ പലവിധ സഹായങ്ങൾ ലഭ്യമാകുന്നവർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽക്കാർ, അല്ലെങ്കിൽ വിവിധ നമ്മളുമായി പരിചയമുള്ളവരും ഇല്ലാത്തവരുടെ പല സഹായങ്ങൾ കൊണ്ടേ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്, പലരുടെയും സഹായം കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞാട്ട്, ചിലരുണ്ട് ദൈവത്തിൻ്റെ സഹായവുമായിട്ട് ജീവിക്കുന്നത്. അവർക്ക് മനുഷ്യരെ സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമില്ല, മനുഷ്യരെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് വിഷയമല്ല. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പലരെയും കുറ്റം പറയും, അവരെന്നാലും എന്നെ ഒന്നും സഹായിച്ചില്ലല്ലോ. പ്രിയമുള്ളവർ, ദൈവം സഹായിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മനുഷ്യരിൽ എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ബുദ്ധിപരമായിട്ട് നമ്മൾ മനുഷ്യൻ്റെ സഹായം, ബുദ്ധിയൊക്കെ വേണം, പക്ഷെങ്കിൽ ആ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്തോണം. ദൈവമുണ്ട് അവിടെ. ദൈവം പറഞ്ഞപ്പോൾ ആകുന്നു രക്ഷാദിവസം. അപ്പോൾ ഒന്ന് ഓർത്ത്, ഈ ദൈവവചനത്തിൽ പണ്ടെങ്ങോ പറഞ്ഞ ഒരു അനുഭവം എടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇന്നാണ് രക്ഷാദിവസം, ഇന്നാണ് സുപ്രസാദ കാലം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, സഭാപ്രസംഗയിൽ നമുക്കറിയാം, അതിൻ്റെ 3:1 നമ്മളിങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, എല്ലാറ്റിനും ഒരു സമയമാണ്. ദൈവവചനം സഭാപ്രസംഗി ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ വാക്കാണ് സഭാപ്രസംഗി. അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമാണ്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കാം, ബ്രദറെ, ഇതൊക്കെ സമയമുണ്ട്, അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലേ? എല്ലാത്തിനും. അപ്പോൾ എൻ്റെ സമയം മാറിയാലേ എൻ്റെ ജീവിതത്തിൽ ദൈവം പോലും പ്രവർത്തിക്കൂ എന്നാണോ ഇതിൻ്റെ അർത്ഥം? അല്ലല്ല. സഭാപ്രസംഗി എഴുതിയിരിക്കുന്നത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്നത്, സഭാപ്രസംഗി വായിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ദുഃഖഛായയായിരിക്കും മനസ്സിൽ വരുന്നത്. രക്ഷപ്പെടത്തില്ലെന്നായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത്. പക്ഷെ സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവവചനത്തെ നമ്മൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പറഞ്ഞിരിക്കുന്ന പ്രധാന ഭാഗം യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയാണ്. അത് കർത്താവിൻ്റെ 2000 വർഷം മുമ്പായിക്കോട്ടെ, 4000 വർഷം മുമ്പായിക്കോട്ടെ, മോശയിൽ കൂടി ആദ്യം ഉൽപ്പത്തി പുസ്തകം മുതൽ എഴുതിയിരിക്കുന്നതായിക്കോട്ടെ, അവിടെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു രക്ഷയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു രക്ഷയുണ്ട്. രക്ഷാ ദിവസം ഇന്നാണ് സുപ്രസാദ കാലം. മനസ്സ് വെച്ചാൽ ചിലരുടെ ചരിത്രം മാറാൻ പോകും. ഇന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് ഒന്ന് പറഞ്ഞാട്ടെ, ഇന്നാണ് രക്ഷാ ദിവസം, ഇന്നാണ് സുപ്രസാദ കാലം. ഇന്ന് നിങ്ങൾ സാമ്പത്തികമായി ഭാരപ്പെട്ടിരിക്കുകയാണോ? മാനസികമായി തളർന്നിരിക്കുകയാണോ? അല്ലെങ്കിൽ എന്തിനെപ്പറ്റിയും ആശങ്കപ്പെട്ടിരിക്കുകയാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പറ്റി നിരാശ ബാധിച്ചിരിക്കുകയാണോ? ഒന്നും പേടിക്കേണ്ട. ദൈവവചനം പറയുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ.